I don't know where I am, I don't know where you take me, I don't know where you take me. I just follow your trail and I'm losing your mind and I'm losing your head. ഞാൻ വിചാരിച്ചു നമ്മളുടെ ഫോൺ കൊടുത്ത് എന്തിനാ ബ്ലൂ കളറാ എന്നെ പറ്റിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന. അപ്പോൾ നമ്മൾ ഓരോ മുട്ട് ന്യായങ്ങളും പറഞ്ഞിട്ടാണ് മങ്കുവിന് വീടിൻ്റെ അടുത്തുള്ള ബെൽവ്യൂ സ്ക്വയർ മോളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണേ കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അവിടെ ദീപാവലിയുടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡെക്കറേഷൻസ് എല്ലാം കാണിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് മോളിൽ കൂട്ടിക്കൊണ്ട് വന്നത്. ഈ ടെൻഷൻ്റെ ഒക്കെ ഇടയിൽ ജമീൻ എസ്കലേറ്റർ മാറി കയറി, താഴെ പോകുന്നതിന് പകരം അറിയാതെ മുകളിലോട്ടുള്ള എസ്കലേറ്ററിൽ കയറിപ്പോയി. ജമീൻ എസ്കലേറ്റർ മാറി കയറി, നമുക്ക് താഴത്തേക്കായിരുന്നു പോകേണ്ടിരുന്നത്. ജമീൻ അറിയാതെ മുകളിൽ കയറി. ഇനിയിപ്പോൾ തിരിച്ചു വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ആപ്പിൾ സ്റ്റോറിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ നമ്മൾക്ക് ആപ്പിൾ സ്റ്റോറിൻ്റെ അകത്ത് കയറേണ്ടി വന്നില്ല. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നമ്മളുടെ ഫോണിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞ് മൊമെൻറ്റിൽ മങ്കുവിൻ്റെ ശ്രദ്ധ അവിടേക്ക് വന്നപ്പോൾ ഒന്ന് ഫുൾ കൺഫ്യൂഷനായി. ഇത് എവിടുന്നാണ് ഒരു ഫോൺ വന്നത്, അതിനി നമ്മളുടെ ഫോണാണോ, നമ്മളുടെ ഫോൺ കൊടുത്തിട്ട് കേസ് വാങ്ങിക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് വന്നു കേട്ടോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ മങ്കുവിന് വീണ്ടും ഡൗട്ടായി. ഇപ്പൊ ഏകദേശം കാര്യം പിടികിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നമ്മളുടെ ഫോൺ കൊടുത്ത് എന്തിനാ കവർ വാങ്ങാൻ. ബ്ലൂ കളറാ എന്നെ പറ്റിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന. അങ്ങനെ ഇതുവരെ എല്ലാം സക്സസ്ഫുൾ ആയി. ഇഷ്ടമായോ? നല്ലോണം ഇഷ്ടമായോ? തുറന്നു നോക്കുമ്പോ നല്ല ഇഷ്ടമായി. ഇന്ന് രാവിലെ നമ്മൾ വാങ്ങിച്ച സാധനം തന്നെ. അതെ. അപ്പോൾ രാവിലെ എൻ്റെ ഫോൺ എൻ്റെ കൈ കിട്ടി, പക്ഷെ വൈകുന്നേരം വരെ തുറന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ഈ ഫോണിൻ്റെ പാക്കറ്റും പിടിച്ച് നമ്മളിവിടെ വേറൊരു ആപ്പിൾ സ്റ്റോറിൽ വന്നു. ആപ്പിൾ ഫോണിന് ഒരു കേസ് വാങ്ങിക്കാനാന്നൊക്കെ പറഞ്ഞൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഞങ്ങളിവിടെ വന്ന് മങ്കുവിനുള്ള ഫോൺ സർപ്രൈസ് ആയിട്ടാണ് വാങ്ങിച്ചത്. മങ്കുവിന് ശരിക്കും സർപ്രൈസ് ആയെന്ന് തോന്നുന്നു. നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇപ്പം നമുക്ക് ഈ ഫോൺ തുറക്കാം കേട്ടോ. അനുബേട്ടൻ പറയുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ കൊടുക്കണ്ടെന്ന്. അത് കഴിഞ്ഞാൽ നമ്മളിതേ ഈ കേബിൾ അവർ തരുമല്ലേ, കട്ട നമുക്ക് ഉണ്ടായി മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലുക്കൊക്കെ കിടിലമായിട്ടുണ്ട്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ് ഓഫ് നൗ വലിപ്പം ഒത്തിരി വലുതാവുന്ന വിചാരിച്ചത്. എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിരലിങ്ങടെ എത്തൂല. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം. പക്ഷെ സാരമില്ല, ഹാപ്പി. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ കൂടെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സും. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് ഈ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂചിയും കൂടെ ഉണ്ട്. വേറെ ഒന്നുമില്ല. സോ സിമ്പിൾ. ഹെഡ്സെറ്റ് ഇല്ല. ഓ, മങ്കു കുറച്ച് വെറൈറ്റി ആയിട്ടാട്ടോ പൊളിക്കണേ. അവർ തന്നിട്ടുള്ള തുറക്കാനുള്ള സംഭവം ഒന്നും ഉപയോഗിക്കുന്നില്ല. സൈഡിൽ കൂടെ നഖമൊക്കെ വെച്ച് കുത്തി കഷ്ടപ്പെട്ടെടുത്ത് വളരെ ബ്രില്യൻറ്റ്. ടെൻഷനാ, അതാണ് എക്സൈറ്റ്മെന്റ്. ഇപ്പഴാ കണ്ടത്, കണ്ട് ഇടിച്ചു കളഞ്ഞു ഗുജ് ഗള്ളി. ഇതിനെ ഞാൻ എടുക്കാം. രാവിലെ ടെൻഷനായി. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തുടങ്ങി ഫോൺ വാങ്ങിക്കാൻ പോവാന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി എക്സൈറ്റ്മെന്റ് അടിച്ച് നടന്നത് മങ്കുവായിരുന്നു. അപ്പോൾ നമ്മുടെ മങ്കുക്കുട്ടി ഫോൺ ഫസ്റ്റ് തന്നെ ഓൺ ചെയ്ത് ഹലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫോണൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ അൺബോക്സ് ചെയ്തു. ഇനി വീട്ടിൽ പോയിട്ട് വേണം സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ. രണ്ടുപേരും സെയിം പസഫിക് ബ്ലൂ, മങ്കുവിൻ്റെ ഫേവറേറ്റ് കളറാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫേവറേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവൾക്കും കൂടെ ഇഷ്ടപ്പെട്ട കളർ ഞങ്ങൾ രണ്ടാളും കൂടെ വാങ്ങിച്ചു. മങ്കുവിനൊരു മഞ്ഞ ഫോൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ഐഫോൺ മഞ്ഞ ഫോൺ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരു ദിവസം കാണാം. ബൈ.
ഇനി ഇതൊന്നുമല്ല, ഒരു കുഞ്ഞ് സർപ്രൈസും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം.